യുവതിയുടെ പരാതിയിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്താതെ പോലീസ് നടത്തിയ അറസ്റ്റിൽ ബലിയാടായി വെളിയങ്കോട് സ്വദേശി അബൂബക്കർ. പ്രവാസിയായ വടക്കേപ്പുറത്ത് അബൂബക്കറിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ സമീപവാസിയായ ആലുങ്ങൽ അബൂബക്കറിനെ തിങ്കളാഴ്ച രാത്രിയാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ലെന്നായിരുന്നു യുവതിയുടെ പരാതി. എന്നാൽ ആലുങ്ങൽ അബൂബക്കറും ഭാര്യയുമായി പിണക്കത്തിലായതിനാൽ ഇവർ പരാതി നൽകിയിട്ടുണ്ടെന്ന ധാരണയിലാണ് അബൂബക്കർ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ തൻ്റെ വീട്ടുപേരിലല്ല കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് അബൂബക്കർ സംശയമുന്നയിച്ചെങ്കിലും ഇരുവരുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരും ഒന്നായതിനാൽ അബൂബക്കറിനെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി തവനൂർ ജയിലിലടക്കുകയായിരുന്നു. തൻ്റെ ഭാര്യ നൽകിയ പരാതിയാണെന്ന് കരുതിയാണ് അബൂബക്കർ ജയിലിൽ കഴിഞ്ഞിരുന്നത്. ഇതിനിടെയാണ് വ്യാഴാഴ്ച തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പൊന്നാനി പോലീസിന് ബോധ്യമായത്. ഇതിനിടെ കുടുംബാംഗങ്ങൾ കോടതിയെ സമീപിച്ച് നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയും അബൂബക്കറിനെ കോടതി വിട്ടയക്കുകയും ചെയ്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോലീസിന്റെ വീഴ്ചയിൽ 3 ദിവസമാണ് നിരപരാധിയായ അബൂബക്കർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചത്. നിരപരാധിയെ ജയിലിലടച്ച പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. പൊന്നാനി പോലീസിന്റെ വീഴ്ചയിൽ ആളുമാറി നിരപരാധിയെ ജയിലിൽ അടച്ചു. വെളിയങ്കോട് സ്വദേശി 32 വയസ്സുള്ള ആലുങ്ങൽ അബൂബക്കറിനെയാണ് ആളുമാറി പൊന്നാനിയിൽ അറസ്റ്റ് ചെയ്ത് 4 ദിവസം ജയിലിലടച്ചത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. വെളിയങ്കോട് സ്വദേശി വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരം ആലുങ്ങൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കർ ഗാർഹിക പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഇയാളാണെന്ന് കരുതിയാണ് സമീപവാസിയായ ആലുങ്ങൽ അബൂബക്കറിനെ പോലീസ് ജയിലിലടച്ചത്. തിരൂരിലെ കുടുംബ കോടതിയിലാണ് അബൂബക്കറിനെ ഹാജരാക്കിയത്. കോടതി ഇയാൾക്ക് 4 ലക്ഷം രൂപ പിഴയടക്കാനും നൽകാത്ത പക്ഷം തടവിനും വിധിച്ചു. തുടർന്ന് ഇയാളെ തവനൂർ ജയിലിലടച്ചു. ആളുമാറിയെന്ന് ബോധ്യമായതോടെ ഇയാളുടെ കുടുംബം കോടതിയെ സമീപിച്ച് നിരപരാധിത്വം തെളിയിച്ചതോടെ അബൂബക്കറിനെ പോലീസ് വിട്ടയച്ചു. യഥാർത്ഥ അബൂബക്കറാകട്ടെ ഗൾഫിൽ കഴിയുകയുമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.